ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് പറയുന്നത് കോൺഗ്രസ് തരംഗം എന്നാണ്. ഇത് പുറത്തുവിട്ടത് ഇന്ത്യ ടുഡേയും ടൈംസ് ഓഫ് ഇന്ത്യയുമാണ്. ഇത്തരത്തിൽ ഡൽഹി ഇനി കോൺഗ്രസിന്റെ കൈകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുമോ എന്ന ഭയം BJPക്കുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ BJP ഉയർത്തിക്കാണിക്കാൻ അവർക്ക് മുഖ്യമന്ത്രി മുഖമോ കാഴ്ചപ്പാടോ വിശ്വാസയോഗ്യമായ സ്ഥാനാർത്ഥികളില്ല. അതുകൊണ്ട് വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ് BJP. വെറും 15 ദിവസം കൊണ്ട് 7500 അധിക വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ BJP തിരികെ കയറ്റിയിരിക്കുന്നത്. 5000 വോട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഹരിയാന തെരഞ്ഞെടുപ്പും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ EVM അട്ടിമറി നടത്തുക എന്നത് അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാൽ പിന്നെ വോട്ടർ പട്ടികയിൽ നിന്നും കളിച്ചു തുടങ്ങാമെന്ന് BJP കരുതുന്നത്. ഇപ്പറഞ്ഞ 7500 വോട്ട് അധികമായി ചേർത്തത് ന്യൂഡൽഹി എന്ന ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ്. കെജ്രിവാളാണ് ഇക്കാര്യം പറഞ്ഞത്. അത് ശരിവെക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ കെജ്രിവാളിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് ഉറപ്പിക്കാം. കാരണം കഴിഞ്ഞ 10 കൊല്ലം മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുമ്പോഴും രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാൻ മോദിക്കായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളും BJP പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നതൊരു നേട്ടമാണ് അവർക്ക്. എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി പിടിച്ചെടുക്കാനാകുമോ എന്നത് BJPക്ക് മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. ഇത്തരം ഒരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് അട്ടിമറി നടത്തി കഴിഞ്ഞ 2 സംസ്ഥാനങ്ങളിലും BJP വിജയിച്ചത് എന്ന ബലപ്പെട്ട സംശയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഡൽഹിയിലും മോദിക്കും BJPക്കും ഒരു ഈസി വോക്ക് ഓവർ അല്ല എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘകാലം അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള എല്ലാ പദ്ധതികളും പ്രവർത്തനങ്ങളും കോൺഗ്രസ് കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിനെ തന്നെ ഇറക്കിയിരിക്കുന്നത്. കൂടാതെ സുപ്രധാനമായ മണ്ഡലങ്ങളിലേക്കെല്ലാം പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ബാദലി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ ആദർശ് ശാസ്ത്രിക്ക് ദ്വാരക സീറ്റും പാർട്ടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തരംഗമെന്ന റിപ്പോർട്ട് ആളിക്കത്തുന്നതിനിടയിലാണ് വോട്ടർ പട്ടിക അട്ടിമറിച്ച് ഓപ്പറേഷൻ താമരയിലേക്ക് BJP കടക്കുന്നത്.